ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടിക്ക് സ്റ്റേ. ഹൈക്കോടതിയാണ് സ്റ്റേ അനുവദിച്ചത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇന്നലെ പോലീസ് കേസെടുക്കുന്നു, ഇന്ന് ശ്വേതാ മേനോൻ കോടതിയെ സമീപിക്കുന്നു. ഇപ്പോൾ ആ കേസിന്റെ തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. എന്താണ് വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി? ശ്വേതാ മേനോനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതായത് പോലീസിന് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊന്നും തൽക്കാലം അന്വേഷണം നടത്തണ്ട എന്ന നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയതെന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്നും റിപ്പോർട്ട് തേടാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒപ്പം കൂടുതലൊന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ അത് ജുഡീഷ്യൽ ഓവർറീച്ച് ആകുമെന്നും ജഡ്ജി ജസ്റ്റിസ് BG അരുൺ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ശ്വേതാ മേനോനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്, ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശ്വേതാ മേനോൻ പറയുന്നത് പ്രകാരം ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പരാതി വരുന്നത്. ദുരുദ്ദേശത്തോടെയും പകയോടുകൂടിയാണ് തനിക്കെതിരെ ഈ പരാതി വന്നിരിക്കുന്നത്. ഈ സിനിമ പോലും നിയമപ്രകാരം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള സിനിമയാണ്. അങ്ങനെ ഉള്ള അഭിനയിച്ച ഒരു സിനിമയ്ക്ക് ഇത്തരത്തിലൊരു പരാതി വരുന്നത് ഇത് ഒരു ഗൂഢാലോചനയുടെയും ദുരുദ്ദേശത്തിന്റെയും ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഹർജിയിൽ പ്രധാനമായും ശ്വേതാ മേനോൻ ഉന്നയിച്ചത്. ഇത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കേസ് തൽക്കാലം ഇതിൽ തുടർ നടപടികളോ തുടരന്വേഷണമൊന്നും വേണ്ട എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി പോലീസിനും നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു മജിസ്ട്രേറ്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നതിലൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം എതിർ കക്ഷികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും, കാരണം എന്തായാലും ഈ സിനിമാ സംഘടനയുടെ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ കേസും പരാതിയൊക്കെ ഉയർന്നു വന്നത്. എന്തായാലും ശ്വേതാ മേനോനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കാര്യങ്ങൾ. കാരണം നേരത്തെ നവമി നമ്മളിത് സ്പോട്ട് ലൈവിൽ ആദ്യം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുൻപ് എടുത്ത സിനിമകൾ, അന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം നൽകിയ സിനിമ, അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണങ്ങളുണ്ട്. ശ്വേതാ മേനോൻ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊരു പരാതിയുമായി പോലീസിനെയോ കോടതിയെ സമീപിക്കാനുള്ള നീക്കം ശ്വേതാ മേനോന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ മാത്രമല്ല, പോലീസ് ഇതിന് ഗൂഢാലോചന ഉണ്ടെങ്കിൽ, ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമോ? അത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന തരത്തിൽ ശ്വേതാ മേനോൻ പരാതിയൊന്നും പോലീസിന് നൽകിയിട്ടില്ല. പകരം ഹൈക്കോടതിയിൽ മാത്രമാണ് ഇതൊരു ഗൂഢാലോചനയാണ് ഈ ഇന്നലെ പുറപ്പെടുവിച്ച കോടതിയുടെ ഉത്തരവ് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ ശ്വേതാ മേനോൻ ഇന്ന് സമീപിച്ചത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്നതിനാൽ വേഗം തന്നെ ഈ ഹർജി പരിഗണിക്കണം എന്നൊരു അപേക്ഷ കൂടി അഭിഭാഷകർ മുഖേന ശ്വേതാ മേനോൻ കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം, രാവിലെയാണ് ഹർജി ഫയൽ ചെയ്തത്, ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ തൽക്കാലം ഇതിന്റെ അന്വേഷണവുമായി തുടരേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഹൈക്കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ ഇനി ഇതിൽ കൂടുതൽ പരാതി നൽകുമോ എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന സംശയം ശ്വേതാ മേനോൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പോലീസ് നടപടികളുമായി നിയമപരമായി തന്നെ വീണ്ടും മുന്നോട്ട് വരാൻ തന്നെയായിരിക്കും ശ്വേതാ മേനോൻ തീരുമാനിച്ചിരിക്കുക. ഈ പരാതിക്കാരന് പിന്നിൽ പോലും ചിലരുണ്ട്, അത് സിനിമാ മേഖലയിലുള്ളവർ തന്നെയുണ്ട് എന്ന പല നടിമാരുടെയും വെളിപ്പെടുത്തൽ സ്വാഭാവികമായും ശ്വേതാ മേനോനും അത്തരത്തിലൊരു സംശയം ഉണ്ടായിരിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്ന് ശ്വേതാ മേനോൻ തന്നെ തന്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ശ്വേതാ മേനോന് ഇനി ഇതിൽ എന്താണ് പറയാനുള്ളത്? കൂടുതൽ നിയമ നടപടിയുമായി പരാതിക്കാരനെതിരെയും ഒക്കെ മുന്നിലേക്ക് വരുമോ ശ്വേതാ മേനോൻ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടി ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്.